ഒരു സഭ, ഒരു വിശ്വാസം, ഒരു മാമോദിസ, അങ്ങനെ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ആ ദേവാലയത്തിനുള്ളിൽ വെച്ച ഒരു രേഖയുടെ മൂർച്ചയുള്ള മുനയിൽ തട്ടി ശിഥിലമായത് 1000-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്ന സഭയുടെ ഐക്യമായിരുന്നു. 1054 ജൂലൈ 16 ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഇന്നും വേദനയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം. ആ ദിവസം വാളുകൾ ഉയർന്നില്ല, രക്തം ഒഴുകിയില്ല. എന്നാൽ അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു സഭയുടെ ഹൃദയത്തിൽ പതിഞ്ഞത്. അതിനെ ചരിത്രം വിളിച്ചത് ദ ഗ്രേറ്റ് സ്കിസം എന്നായിരുന്നു. നൂറ്റാണ്ടുകളായി പാശ്ചാത്യ പൗരസ്ത്യ സഭകൾക്കിടയിൽ വളർന്നു വന്ന രാഷ്ട്രീയവും സാംസ്കാരികവും ദൈവശാസ്ത്രപരവുമായ ഭിന്നതകളുടെ പാരമ്യതയിലുണ്ടായ ഒരു സ്ഫോടനമായിരുന്നു അത്. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിൽ നിന്നും ആരംഭിച്ച സഭ നൂറ്റാണ്ടുകളോളം ഒരു വിശ്വാസ സമൂഹമായിരുന്നു. റോമും കോൺസ്റ്റാന്റിനോപ്പിളും അലക്സാണ്ട്രിയയും അന്ത്യോക്യയും ജെറുസലേമും ഒക്കെ സഭയുടെ പ്രധാന കേന്ദ്രങ്ങളായി വളരുകയും ചെയ്തു. എന്നാൽ കാലം മാറിയപ്പോൾ റോം സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും പടിഞ്ഞാറ് റോമും കിഴക്ക് കോൺസ്റ്റാന്റിനോപ്പിളും രൂപം കൊള്ളുകയും ചെയ്തു. രാഷ്ട്രീയ അതിർത്തികൾ രൂപപ്പെട്ടപ്പോൾ സഭയ്ക്കുള്ളിലും അദൃശ്യമായ അതിർത്തികൾ വളരുവാൻ തുടങ്ങിയെന്നതായിരുന്നു സത്യം. റോമൻ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ തന്നെ അകലം തുടങ്ങിയിരുന്നു. പടിഞ്ഞാറ് റോം കേന്ദ്രമാക്കിയും കിഴക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കിയും സഭകൾ വളർന്നു വന്നു. പടിഞ്ഞാറൻ സഭ ലത്തീൻ ഭാഷ ഉപയോഗിച്ചപ്പോൾ കിഴക്ക് സഭ ഗ്രീക്ക് ഭാഷയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പരസ്പരം ആശയവിനിമയം നടത്താൻ പോലും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. എല്ലാറ്റിലും ഉപരിയായി ചില ദൈവശാസ്ത്രപരമായ തർക്കങ്ങളും സഭയെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരുന്നു. വിശ്വാസ പ്രമാണത്തിലെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന വാചകവും പരിശുദ്ധ കുർബാനയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമാണോ അതോ പുളിപ്പുള്ള അപ്പമാണോ ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളും വലിയ തർക്കങ്ങൾക്ക് കാരണമായി. ഇതുകൂടാതെ പൗരസ്ത്യ സഭയിൽ ആരാധനാക്രമ വിഷയങ്ങളിൽ നിസ്സാരമായ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങൾക്ക് ഹേതുവായി. അങ്ങനെയിരിക്കെ ആ ദിവസം വന്നത് 1054 ജൂലൈ 16 ആ ശനിയാഴ്ചയായിരുന്നു സഭാ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ആ സംഭവം അരങ്ങേറിയത്. അന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രശസ്തമായ ഹാഗിയ സോഫിയ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് റോമിൽ നിന്നുള്ള കർദിനാൾ ഹംബർട്ടും സംഘവും ഹാഗിയ സോഫിയയുടെ അൾത്താരയിലേക്ക് നടന്നെത്തിയത്. അവരുടെ കൈകളിൽ നിർണായകമായ ഒരു കൽപ്പനയുണ്ടായിരുന്നു. വിശ്വാസി സമൂഹം നോക്കി നിൽക്കെ അത് അദ്ദേഹം അവിടെ വെച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസിനെ സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള കൽപ്പനയായിരുന്നു അദ്ദേഹം അവിടെ വെച്ചത്. ജനങ്ങളെല്ലാം സ്തംഭിച്ച് നോക്കി നിൽക്കെ അദ്ദേഹം പുറത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ചെരുപ്പിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവം കാണട്ടെ, ന്യായം വിധിക്കട്ടെ. ആ വാക്കുകൾ ആ ദേവാലയത്തിൽ പ്രതിധ്വനിച്ചു. ദിവസങ്ങൾക്ക് ശേഷം പാത്രിയാർക്കീസ് മൈക്കിൾ സ്വന്തം സിനഡ് വിളിച്ചുകൂട്ടി. പാപ്പയുടെ പ്രതിനിധികളെ അദ്ദേഹം ബഹിഷ്കരിച്ചു. 1054 ആ ജൂലൈ 16 എന്ന ദിവസമുണ്ടായ സംഭവം അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതായിരുന്നില്ല. മറിച്ച് നൂറ്റാണ്ടുകളായി പാശ്ചാത്യ പൗരസ്ത്യ സഭകൾക്കിടയിൽ വളർന്നു വന്ന രാഷ്ട്രീയവും സാംസ്കാരികവും ദൈവശാസ്ത്രപരവുമായ ഭിന്നിപ്പുകളുടെ പാരമ്യതയിലുണ്ടായ ഒരു സ്ഫോടനം തന്നെയായിരുന്നു അത്. ക്രിസ്തുവിൻ്റെ ശരീരമായ ഏക സത്യസഭ രണ്ടായി മുറിഞ്ഞു. പാശ്ചാത്യ സഭയെന്ന റോമൻ കത്തോലിക്ക സഭയും പൗരസ്ത്യ സഭയെന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയും ഒരുമിച്ച് നിൽക്കേണ്ട ക്രിസ്തുവിൻ്റെ ശരീരമായിരുന്നു അന്നവിടെ കീറി മുറിക്കപ്പെട്ടത്. ആ പിളർപ്പ് സഭയ്ക്ക് വരുത്തി വെച്ച ദുരന്തങ്ങൾ ചെറുതായിരുന്നില്ല. ലോകത്തിന് മുൻപിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന് പഠിപ്പിച്ചവർ തന്നെ പരസ്പരം പോരടിച്ചു തുടങ്ങി. പിളർപ്പിനെ തുടർന്നുണ്ടായ ഏറ്റവും വലിയ ദുരന്തം നടന്നത് 1204 വിശുദ്ധ നാട് വീണ്ടെടുക്കുവാൻ ഇറങ്ങിയ പാശ്ചാത്യ കുരിശുയുദ്ധക്കാർ കിഴക്കൻ സഭയുടെ ആസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും സ്വന്തം സഹോദരങ്ങളെ അവർ കൊലപ്പെടുത്തുകയും ദേവാലയങ്ങൾ അശുദ്ധമാക്കുകയും ചെയ്തു. ഈ ക്രൂരത പൗരസ്ത്യ സഭയുടെ മനസ്സിൽ വലിയ മുറിവായി കാലങ്ങളോളം നിന്നു. എല്ലാറ്റിലും വലിയ ദുരന്തം പൗരസ്ത്യ സഭയ്ക്ക് പിന്നാലെ കടന്നു വന്നു. ക്രൈസ്തവ ലോകം രണ്ടായി തിരിഞ്ഞ് പരസ്പരം പോരടിച്ചപ്പോൾ കിഴക്കു നിന്നുള്ള ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കുവാൻ അവർക്ക് ഐക്യത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പരിണിതഫലമായി AD 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളുടെ കയ്യിലാവുകയും ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റുകയും ചെയ്തു. 1054 പിളർപ്പ് ഇന്നത്തെ കേരള സഭയ്ക്ക് നൽകുന്ന വലിയ മുന്നറിയിപ്പ് സഭയ്ക്കുള്ളിലെ ഭിന്നിപ്പുകൾ എങ്ങനെയാണ് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുക എന്നതാണ്.